ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനിയിപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ അവർക്ക് സ്നാക്സ് ആയിട്ട് എന്തുണ്ടാക്കും എന്നാലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സിന് റെസിപ്പി നോക്കിയാലും എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 സ്ലൈസ് ബ്രെഡില്ലേ അതൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നമ്മളിപ്പോൾ സോസ് പാനിൻ്റെ വലുപ്പം അനുസരിച്ച് എന്താ പറയുക ബ്രെഡിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് വലുപ്പത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്കാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പൊടിച്ചിട്ട് നല്ലപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം മിക്സിയുടെ ജാർ അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരളവിന് ഈ 3 മുട്ട കറക്റ്റാണ് കേട്ടോ 6 സ്ലൈസ് ബ്രെഡിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 1/4 കപ്പ് പഞ്ചസാര കറക്റ്റ് നോർമൽ മധുരമാണ് കേട്ടോ. കഴിക്കാൻ പാകത്തിനുള്ള മധുരമാണ്, ഒട്ടും കൂടുതലല്ല എന്നാൽ ഭയങ്കര കുറവുമല്ല കേട്ടോ. അധികം മധുരമായി പോയാൽ നമുക്ക് കഴിക്കാനും എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും ഒരു 4 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചിട്ടെടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ പൊടിച്ചിട്ട് മാറ്റി വെച്ച ബ്രെഡിൻ്റെ മിക്സ് ഇല്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അഥവാ ഈ സമയത്ത് ടൈറ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നല്ല ലൂസൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്താലും മതി. അങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഈ ബ്ലാക്ക് മുന്തിരിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു മുന്തിരി മാത്രമാണ് എടുത്തത്. അല്ലെങ്കിൽ ബദാം എന്താ പറയുക അണ്ടിപ്പരിപ്പ് നട്ട്സൊക്കെ ഉണ്ടെങ്കിലില്ലേ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് മാത്രമാട്ടോ എടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയില്ലേ അതും കൂടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഈ നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ് ഇല്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും ഭയങ്കര ടൈറ്റിൽ എന്നാൽ ഭയങ്കര ലൂസും എല്ലാമാണ്. ഇനിയിപ്പോൾ വേറൊരു ചെറിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേറൊരു പഴയ പാൻ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോട്ടോ. അതിൽ കുറച്ച് നെയ്യൊന്നാക്കിയിട്ട് നമ്മൾ ഈ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ലെവലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ സെയിം മുന്തിരി ഇല്ലേ അതെന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാഷ്യൂസ് ബദാം നമ്മളിഷ്ടം പോലെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി അടച്ചു കൊടുത്തിട്ട് ആ ചെറിയ ഹോൾസ് ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തിയൊക്കെ നോക്കാം നമുക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് കളർ മാറ്റിയെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള സ്നാക്സാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും.